ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രണ്ട് സൺസ്ക്രീൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡേ ടൈമിൽ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. റീസൺ എന്ന് പറയുന്നത് ഈ യു വി റേസ് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഏൽക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഭാവിയിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ സ്കിന്നിൽ പിഗ്മെന്റേഷൻ വരാം, അല്ലെങ്കിൽ സ്കിൻ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ സൺസ്ക്രീൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്വാലോജിക്കയുടെ ഡീറ്റാൻ വി സൺസ്ക്രീൻ ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറി ടൊമാറ്റോയും ഹൈറലോണിക് ആസിഡുമാണ്. ഈ ഹൈറലോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് മാക്സിമം ഹൈഡ്രേഷൻ ലെവൽ തരുന്നതാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ടാൻ അടിച്ചിട്ട് നല്ലതായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊരു 4-5 ദിവസം യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൽ ടാൻ എല്ലാം മാറുന്നതായിട്ട് കാണാം. അതേപോലെ ഒരു ഹൈഡ്രേഷൻ ലെവലും കിട്ടുന്നുണ്ട്. ഇനി ഇതിനൊട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. അതായത് നമ്മൾ ആ ഇടുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യും, പെട്ടെന്ന് അബ്സോർബ് ആകും, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 395 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം എല്ലാ സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഇനി ഈ പ്രോഡക്റ്റ് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മേക്കപ്പിന്റെ ഒരു പ്രൈമർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ മാക്സിമം നല്ല രീതിയിൽ ഒരു മോയ്സ്ചറൈസ് ലെവൽ തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആക്നെ പ്രോൺ ഓയിലി സ്കിൻ ആണെങ്കിൽ ആ ഒരു സ്കിന്നിനെ മാക്സിമം നല്ല രീതിയിൽ കവർ അപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ആ ഒരു പാടുകളും അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വന്നിട്ടുള്ള പാടുകൾ, ഡാർക്ക് സ്പോട്ടുകൾ, അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഇത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്വാലോജിക്കയുടെ തന്നെ റേഡിയൻസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിന് നല്ലൊരു റേഡിയൻസും ഹൈഡ്രേഷനും ഒരുപോലെ തന്നെ തരുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മെലനും നിയാസിനമൈഡുമാണ്. വാട്ടർ മെലൻ നമ്മുടെ സ്കിന്നിന് മാക്സിമം ഹൈഡ്രേഷൻ ലെവൽ തരുന്നുണ്ട്. അതേപോലെ നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിൽ ആ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്, ഓപ്പൺ പോർസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പ്രോഡക്റ്റിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഒരു റേഡിയൻസ് തരും, അതേപോലെ നല്ല ഹൈഡ്രേഷൻ ലെവൽ തരുന്നുണ്ട്. അതേപോലെ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ടും ഈ പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിന്റെ ആ ടാനൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം ആ ഒരു പഴയ ടോണിലേക്ക് കൊണ്ടുവരും. അത്യാവശ്യം നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ കളർ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യുന്നതായിട്ട്. സ്കിന്നിലെ ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ ഇവയെല്ലാം കുറയ്ക്കാനായിട്ട് ഒരു സൺസ്ക്രീന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 349 ആണ്. എല്ലാ ഓൺലൈൻ സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഇനി സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പം ഓയിലി സ്കിന്നുകാർക്ക്, ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക്, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എല്ലാ രീതിയിലുള്ള സൺസ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി റീസൺ എന്ന് പറയുന്നത് അത് ഓയിൽ കണ്ടന്റ് ഉള്ളതാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് അത് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ അക്വാലോജിക്കയുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും ഓയിൽ ഫ്രീ ആണ്. ഓയിൽ കണ്ടന്റ് ബേസ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മസ്റ്റ് ആയിട്ടും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ആണെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും മാക്സിമം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ലെയർ ചെയ്യുന്നത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പകൽ ടൈമിൽ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു ഫേസ് വാഷ് ചെയ്യുക, അത് കഴിഞ്ഞ് സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുക. പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രണ്ട് സൺസ്ക്രീനെ പറ്റിയിട്ടാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.